ആഷാഢഗോപുരവാതിലെ അറിവിന്റെ അക്ഷരക്കൂട്ടങ്ങളാണു നാം. ഗോപുരത്തിൻ മുൻപിലായിരം രൂപങ്ങൾ, പ്രണയമായി വിരഹമായി സൗഹൃദമായി. പ്രണയവും വിരഹവും കോർക്കുന്നിരു കൈകളിൽ, സൗഹൃദം നെഞ്ചോടടുക്കുന്നു ഹൃദയമായി. നിത്യവും നിങ്ങൾ ചേർക്കുമെനിക്കൊപ്പം. അവൻ ഭ്രാന്തനെന്ന് മൂഢനെന്ന് മുഴുഭ്രാന്തനെന്ന്. ഖേദമില്ല പരിഭവങ്ങളില്ലെങ്കിലും കൂട്ടരെ നാം കൂടപ്പിറപ്പല്ലെങ്കിലും സൗഹൃദമെന്ന പിറപ്പാണ് നമ്മളിൽ. ഗുരുക്കൾ എനിക്കെൻ ഹൃദയശില്പികൾ, എന്നാത്മാവിൽ സ്ഫുടം ചെയ്തെടുത്തൊരാത്മശില്പികൾ. നീറുമെൻ ആത്മവീണയിൽ ഈണമാം ഗാനമോതുന്നൊരാത്മഗായകർ. കരയുന്ന കണ്ണിനെ തുടയ്ക്കുന്ന കയ്യുമായി നിത്യവും നിത്യമെന്ന പോൽ എത്തും എനിക്കു മുൻപിൽ. കൂട്ടരെ ഞാൻ നിങ്ങൾക്കു നേരട്ടെ ആയിരമായിരം ജീവിത ഹൃദയ സൗഖ്യങ്ങൾ. കൂട്ടരെ സതീർത്ഥ്യരെ ഗുരുക്കളെ ഞാൻ നിങ്ങൾക്കു നേരട്ടെ ആയിരമായിര ജീവിത ഹൃദയ സൗഖ്യങ്ങൾ. ആയിരമായിര ജീവിത ഹൃദയ സൗഖ്യങ്ങൾ. അളിയാ കലക്കിടാ. ഇറങ്ങിപ്പോട മുത്തേ. മതിയടാ, റിഹേഴ്സലല്ലേ, ഇത്രയൊക്കെ മതി. അങ്ങനെ നമ്മുടെ കലാലയ ജീവിതത്തിലെ രണ്ടാമത്തെ കോളേജ് ഡേയും വരാൻ പോകുന്നു അല്ലേ? കാലം അതാർക്കും വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. നമ്മളെല്ലാം ക്യാമ്പസ് എന്ന കൂട്ടിൽ വന്നു ചേർന്ന വെറും ദേശാടന പക്ഷികൾ മാത്രം. നാളെ നമ്മളും ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും. എടാ, നമ്മുടെ ഈ കലാലയ ജീവിതം കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം നമുക്കിവിടെ രേഖപ്പെടുത്തണ്ടേ? ഇവിടത്തെ ചുമരുകളിലെല്ലാം നമ്മുടെ അടയാളങ്ങളല്ലടാ. ഇതിൽ കൂടുതൽ അടയാളങ്ങളിട്ട പ്രിൻസിപ്പാൾ നമ്മളെടുത്ത് പുറത്തു. അതല്ലടാ അവനുദ്ദേശിച്ച്, നമ്മളെ നാളെ എല്ലാവരും തിരിച്ചറിയണം നമ്മൾ കുറച്ചുപേര് ഈ കോളേജിൽ പഠിച്ചിറങ്ങി എന്നുള്ളത്. അതെ, അതിന് നമ്മുടെ പേര് എന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അത് ഈ ഓഡിറ്റോറിയത്തിന്റെ ചുരുൾക്കുള്ളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പാട്ടോ നാടകമോ ഒന്നും ആയാൽ പോരാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ക്യാമ്പസ് ഫിലിം ചെയ്താലോ? ഷോർട്ട് ഫിലിം, ഇത് നല്ല ഐഡിയ ആണ്. യൂട്യൂബിലിട്ടാൽ ലോകം മുഴുവൻ അറിയും. പക്ഷേ ഇതിന് നല്ല ചിലവല്ലേ? ക്യാമ്പസ് ഫിലിം ചെയ്യുന്നതിന് കോളേജിൽ നിന്ന് ഫണ്ടൊക്കെ തരും. പക്ഷേ ഈ ഫണ്ട് ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. അതൊരു പോയിന്റാണ്, ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രെഡിറ്റ് ആയിരിക്കും. എന്താ? യെസ്, വി വിൽ ഡു ഇറ്റ്. നമ്മളത് ചെയ്യും. ആദ്യം ഒരു കഥ കണ്ടെത്തണം, പിന്നെ തിരക്കഥ, അഭിനേതാക്കൾ. അളിയ, ഇതിൽ നമ്മളല്ലേ അഭിനേതാക്കൾ? അതേടാ, നിങ്ങളൊക്കെ തന്നെ അഭിനയിക്കും. അപ്പൊ നീയോ? ഞാനിതിന്റെ സംവിധായകൻ. അത് കലക്കി മച്ചാ. ഈ ക്യാമ്പസിൽ വെച്ചാണ് ഷൂട്ടിംഗ്. നമ്മളും നമ്മളെ സുഹൃത്തുക്കളും ഇതിൽ കഥാപാത്രങ്ങൾ. ശരിയാ, നമ്മുടെ ടീച്ചേഴ്സിനെയും ഉൾപ്പെടുത്തണം. ക്യാമ്പസിന്റെ മുക്കും മൂലയും ലൊക്കേഷൻ ആക്കണം. നമുക്കതൊരു ഉത്സവമാക്കി മാറ്റണം. അതിനു പറ്റിയ സബ്ജക്ട് കണ്ടെത്തണം. ഏതായാലും ലവ് സ്റ്റോറി വേണ്ട. ഞാനൊരു കഥ പറയാം. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാമ്പസിൽ നടന്ന ഒരു സംഭവം സുധീഷ് എന്ന പാവം സ്റ്റുഡന്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കഥ. നമ്മളത് ചെയ്യും. Now, let's study about articles a and an. A is used before the noun, starting with the name of a particular thing or person. The day-to-day life, you have already come across different types of articles. Do you know how to use different types of articles Teacher? before the noun? Excuse me. ന്യൂ സ്റ്റുഡന്റ് ആണ്. എന്താ പേര്? സുധീഷ്. ഓ, ചെന്നിരുന്നോളൂ. ഇന്നാണോ വന്നത്? ഇന്നലെ അഡ്മിറ്റ് ആയതാ. ഇന്ന് നേരെ ഓഫീസിലേക്ക് വന്നേ. ആ, അവിടെ വന്ന് നിൽക്കായിരുന്നു. ഓക്കെ. അവനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. Okay. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ശരി. ഓക്കെ, ശരി. Okay, students, listen here, all of you. So we are studying about the articles a and an. A is used before the noun, starting with the name of a particular person or thing. ഗുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ കേസസ്, സ്ട്രൈക്ക് ഓൺ, സ്ട്രൈക്ക് ഓൺ, ഞങ്ങളുടെ പ്രിയ പ്രവർത്തകരെ, ഞങ്ങളുടെ പ്രിയ പ്രവർത്തകരെ, ഇതല്ലേ എന്നെ നേരത്തെ ചോദിച്ചത്? ആ, ഇത് തന്നെ. ഇത് ടീച്ചർ ക്ലാസ്സിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ. അന്ന് നീ ഉണ്ടായിരുന്നില്ലേ? ആ, ഞാൻ ഉണ്ടായിരുന്നില്ല. നേടി നേരത്തെ വന്ന കുട്ടിയല്ലേ അത്. അവനെന്താ പോകാത്തത്? വാ നോക്കാം. ക്ലാസ് വിട്ടു. ഹലോ, ക്ലാസ് വിട്ടു. വാ പോവാം. സച്ചി, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പേടിച്ചിരിപ്പുണ്ട്. ന്യൂ സ്റ്റുഡന്റ് ആണ്. വാ പോവാം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വാ നോക്കാം. ഇവിടെയല്ലേ മലയാളം ക്ലാസ്? ഇവനെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? എന്തു പറ്റിയടാ? ഇവനാകെ പേടിച്ചിരിക്കുകയാണല്ലോ. എന്താ നിന്റെ പേര്? എന്താ നിന്റെ പ്രശ്നം? എഴുന്നേൽക്ക്, വാ പോവാം. നീ എന്തിനാടാ പേടിക്കുന്നേ? ഇത് കോളേജാണ്. ഇവിടെ പല പ്രശ്നങ്ങളും കാണും. സ്ട്രൈക്ക്, അടി, തല്ല്. അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാം നിന്റെ ഫ്രണ്ട്സ് അല്ലടാ. കോളേജ് ആവുമ്പോ ഇതൊക്കെ പതിവാടാ. എഴുന്നേൽക്ക്. വാ പോകാം. നിനക്കെന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം.
അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സുധീഷിന്റെ കാര്യം അന്വേഷിച്ച് കോളേജിലേക്ക് വരണമെന്നില്ല. അത് പിന്നെ അവൻ ഇങ്ങോട്ട് പോന്നാ പിന്നെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അവൻ പഠിക്കുന്നുണ്ടോ എന്തോ, അതിനാണ് ഞാൻ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത്. പഠനത്തിന്റെ കാര്യത്തിൽ അവൻ അങ്ങനെ പുറകിലൊന്നുമല്ല. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാറുണ്ട്. അവനോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യാറുള്ളൂ. വീട്ടിലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് അവന്റെ പ്രശ്നവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ മനസ്സിൽ എഴുതിയിട്ട പോലെയാണ്. അത് വിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് പറയണം. അമ്മ പേടിക്കേണ്ട, സുധീഷിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ പോയിക്കോളാം. ശരി. എന്താ മിസ് വിളിപ്പിച്ചത്? ആ സച്ചി, നമ്മുടെ സുധീഷില്ലേ, അവന്റെ അമ്മ വന്നിരുന്നു. അവർ മകനെ പറ്റി വളരെ വറീഡാണ്. നിങ്ങൾ അവനൊന്ന് സഹായിക്കണം. എന്ത് സഹായം സർ? നിങ്ങൾ സുധീഷിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കണം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവനിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. അതവനെ നല്ലൊരു മനുഷ്യനാക്കും. അത് ഞങ്ങളേറ്റു മേഡം, അല്ലേടാ? അതെ. സച്ചിയുടെയും സേതുവിന്റെയും സൗഹൃദം അവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. മറ്റുള്ളവരിൽ നിന്ന് എന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിച്ച സുധീഷ് അവരിലൂടെ ഒരു പുതിയ കലാലയവർണ്ണമായി മാറി. മതിയടാ, ഇറങ്ങിക്കോ. നമ്മൾ ഈ കഷ്ടപ്പെടണൊക്കെ വെറുതെ ആവോ? എടാ, ഇപ്പോഴത്തെ പിള്ളേർ ഒറ്റെണ്ണ പോരാ, ഒറ്റെണ്ണ ക്ലാസ്സിൽ നിറങ്ങുള്ള. അവരോട് എന്ത് ചോദിച്ചാലും സെമ്മ്, ഇന്റേണല്, അത് ഇത് മാങ്ങ തൊലി. ഇന്നലെ സെക്കൻഡ് ബികോമിലെ 2 പിള്ളേരെ ദേടാ സുധീഷ് വരുന്നു. ഡാ സുധീഷേ, നീ എങ്ങോട്ടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലൊന്നും കയറണ്ട, ഇവിടെ ഇലക്ഷൻ വർക്ക് ഉണ്ട്, നീ ഇങ്ങിടുവാ. ഞാനില്ല, ക്ലാസ് ഉണ്ട്. പിന്നെ അമ്മ ചീത്ത പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും പോകരുത്, ഇതിനൊക്കെ പോയാ പോലീസ് പിടിക്കും, തല്ലുകൊള്ളൂന്ന്. എന്നാ നീ പൊക്കോ. നിന്നെ ഞാൻ പൊക്കിക്കോളാ. അവനൊരു പ്രോഗ്രാം ഫയലാടാ, അമ്മ പറയുന്ന വഴിക്ക് നടക്കും. ഇത്തവണ ISUക്കാർ ഇലക്ഷൻ ക്യാമ്പയിൻ നേരത്തെ തുടങ്ങിയത് നമുക്കൊരടിയാ. ആ പെമ്പിള്ളേരാണെങ്കിൽ അവരുടെ സൈഡാ. അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ അളിയാ പണിയാകും. ആ സച്ചിക്കും സേതുവിനും ഒരു പണി കൊടുക്കാനും മലയാളം ഡിപ്പാർട്ട്മെന്റ് പിടിക്കാനും ദേ ഇവൻ മതി. വാടാ. നിങ്ങൾക്കൊന്നും ക്ലാസ്സിലേടി. പോ ക്ലാസ്സിൽ പോ. നീ അവിടെ ഇരിക്കി. നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. എനിക്ക് നിങ്ങളെ പേടിയാ. നീ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത്? ഞാൻ സോറി പറഞ്ഞില്ലേ. പേടിക്കാനൊന്നുമില്ല. നീ KSSന്റെ പാനലിൽ ക്ലാസിന്റെ റെപ്പായിട്ട് നിന്നാ മതി. നീ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി, ബാക്കി ആരും ഞങ്ങളേറ്റ്. പോട്ടറാ. എന്താടാ അവന്മാര് പറഞ്ഞേ? നീ എന്തിനാ അവർക്ക് ഒപ്പിട്ട് കൊടുത്തേ? ആരാടാ? അനുവാടാ. കട്ട് ചെയ്തേക്ക്. ചേട്ടൻ പറ. അതുകൊണ്ട് പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ശക്തമായിരിക്കണം. ISUവിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ശക്തമായ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്രാവശ്യം നമ്മൾ വരും. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്, നോക്കിക്കോ. ഹലോ, പറയടാ. എന്ത്? എപ്പോ? പിള്ളേരോ? ഓക്കെ, ദേ ഞാൻ വരുന്നു. ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്, വാടാ. ഓക്കെ, ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ പ്രശ്നം? സുധീഷുമായിട്ട് അമീർ ഗ്യാങ് കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തോ പേപ്പറിലെല്ലാം ഒപ്പിടിച്ചിട്ടുണ്ട്. അവര് KSSന്റെ പാനൽ നിർത്താനുള്ള പരിപാടി. ശരിയാവില്ല. സുധി നമ്മുടെ പയ്യനാ, അവൻ നമ്മുടെ പാനലിൽ തന്നെ നിൽക്കണം. എന്നാ വേഗത്തിൽ ചെയ്യണം. എന്നാണെങ്കിൽ എടാ അമീറെ, സുധീഷിന്റെ നോമിനേഷൻ റിജക്ട് ചെയ്തെന്ന്. എന്തുകൊണ്ട്? ഓൾറെഡി ISUവിന്റെ കാൻഡിഡേറ്റ് ആയി അവന്റെ നോമിനേഷൻ കിട്ടിയെന്ന്.
ഇതാ സച്ചിയുടെയും സേതുവിന്റെ പണിയാ. വാടാ. ഞാൻ മനസ്സിൽ കണ്ടത് നീ മാനത്ത് കണ്ട് അല്ലേ? പക്ഷേ ഈ പൊട്ടനെ വെച്ച് ജയിക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഞങ്ങളുടെ ക്യാൻറ്റീനെ പൊട്ടാന്ന് വിളിക്കാണ്. നിർത്തടാ. നീ ജയിക്കൂല. അഥവാ നീ ജയിച്ച കൊന്നുകളയും ഞാൻ. ഒന്ന് പോടാ അവിടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഞാൻ ഇതിനൊന്നുമില്ലാന്ന്. എനിക്ക് പേടിയാ അമീറിന്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും നിൽക്കരുതെന്ന്. എടാ അവൻ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാ. അല്ലെങ്കിലും ആരും അങ്ങനെ ഒന്നും ചെയ്യൂല. ഒന്നില്ലെങ്കിലും നിനക്ക് ഞങ്ങളില്ലേ. എടാ നീ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളില്ലട കൂടെ എന്തിനും ഏതിനും. ചിയർ അപ്പ് മാൻ, കം ഓൺ. വാ പോവാ. സുധീഷ് നമ്മുടെ സ്ഥാനാർത്ഥി, സുധീഷ് നമ്മുടെ സ്ഥാനാർത്ഥി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഐഎസ്യു സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കേഎസ്എസ് സിന്ദാബാദ്, കേഎസ്എസ് സിന്ദാബാദ്, കേഎസ്എസ് സിന്ദാബാദ്, കേഎസ്എസ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, കേഎസ്എസ് സിന്ദാബാദ്, കേഎസ്എസ്. ഡിയർ സ്റ്റുഡൻസ്, കോളേജ് യൂണിയൻ ഇലക്ഷൻ റിസൾട്ട്സ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എല്ലാവരും ശാന്തരായിരിക്കണം. റിസൾട്ട് അറിഞ്ഞതിനു ശേഷം എല്ലാ വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്ത് പോകേണ്ടതാണ്. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച ഐഎസ്യു കാൻഡിഡേറ്റ് സുധീഷ് 110 വോട്ടുകൾക്ക് കെഎസ്എസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കോളേജ് യൂണിയൻ ചെയർമാനായതോടെ അവൻ കോളേജിലെ താരമായി. ഒപ്പം അമീർ സുധീഷിന്റെ ജീവിതത്തിലേക്ക് വില്ലനായി കടന്നുവന്നു. സച്ചി, നമ്മുടെ സുധീഷിനെ അമീറും ഗ്യാങ് ക്ലാസ്സിലിട്ട് തല്ലുന്നു. വാടാ വാ. ദേടാ അവിടെ.
ആരെങ്കിലും പോയി വണ്ടി എടുക്ക്. അമ്മേ, 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 ഇവിടെ ആരില്ലേ? അമ്മേ, ചേട്ടാ, സുധീഷിന്റെ കാര്യം അറിഞ്ഞില്ലേ? അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാ. ഞാൻ അറിഞ്ഞു. അവന് അടിയന്തരമായി 2 ബോട്ടിൽ എ പോസിറ്റീവ് ബ്ലഡ് വേണം, പിന്നെ കുറച്ച് കാശും. കാശ് ഞാൻ തരാം. നീ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി ചേട്ടാ. എന്തായി ചെയ്തു? എടാ, ഞാൻ സുധീഷിന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ അവിടെ ആരുണ്ടായിരുന്നില്ല. അപ്പോ അവന്റെ അമ്മ അന്വേഷിച്ചപ്പോ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലാന്നാ പറഞ്ഞ്. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയോ? ഇല്ലടാ, പോയില്ല. എങ്കിൽ നീ കേറ്. അനു, ഞങ്ങൾ പോയി വരാം. പ്രിൻസി കോളറ്റിന്റെ സാർ, സാർ പപ്പയോ? ഓഫീസിലോ? സാർ സാർ, ഞാൻ ഇതാ വരുന്നു. എടാ, പപ്പ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇപ്പോ എന്തിന്? നീ ഇവിടേക്ക്, ഞാൻ പോയിട്ട് വരാം. സച്ചി, എന്താ മിസ്? സുധീഷിന്റെ സ്ഥിതി എന്താണിപ്പോ? ഇപ്പോ ഐസിലോട്ട് കയറ്റിരിക്കുകയാ. ഐസിയിലേക്കോ? ഡോക്ടർ എന്തു പറഞ്ഞു? അറിയില്ല, അവരൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അവനെ ഇതിലേക്കൊക്കെ വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പൊളിറ്റിക്സ്, തല്ല്, വഴക്ക്. ഇപ്പൊ കണ്ടില്ലേ, പഠിക്കാനുള്ള സമയത്ത് പഠിക്കാതെ. പപ്പ എന്തിനാ ധൃതി പിടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലാ, ഞാനിപ്പോ അവിടെ വേണം. ഞാനും ഹോസ്പിറ്റലായിരുന്നു 2 മാസം. ഇനി എനിക്ക് അധികകാലം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. നിന്റെ ഫ്യൂച്ചറാണ് എനിക്ക് വലുത്. സച്ചി, നീ എന്റെ ഒപ്പം സ്റ്റേറ്റ്സിലേക്ക് വരണം. പപ്പ, അത് നിന്റെ ഹയർ സ്റ്റഡീസിനുള്ള എല്ലാ ഏർപ്പാടും ഞാനവിടെ ശരിയാക്കിയിട്ടുണ്ട്. എങ്കിലും പപ്പ, ഇപ്പോൾ ഡോണ്ട് വറി മൈ സൺ. നിനക്ക് വേണ്ടി നിന്റെ ക്ലോസ് ഫ്രണ്ട് സേതുവിനും ഞാനവിടെ സീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അവന്റെ പാരന്റ്സുമായി അക്കാര്യം ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. നിന്റെ TCയുടെ കാര്യം പ്രിൻസിപ്പാളുമായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. വാ. ഹലോ ഡാ സേതു, ഞാൻ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ശരിടാ. അടാ, ഓക്കെ. ആ ആ പോകാമോ? 1 മിനിറ്റ് പാപ്പ, ഞാനിപ്പോ വരാം.
നീ എവിടാ? സേതുവിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ഹലോ 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 സച്ചി, സുധീഷിന്റെ അമ്മ മരിച്ചു. ഹലോ ഡാ, ഹലോ. കേറി ലേറ്റായി. അനു, ഇപ്പൊ വരാം. എന്താ മിസ്? അനു, നമ്മുടെ സുധീഷിന്റെ വിവരം എന്തായി? ഇന്നലെ അവനെ ഡിസ്ചാർജ് ചെയ്തു. അവനിപ്പോ വീട്ടിലുണ്ട്. നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഇപ്പൊ പോകാതിരിക്കുന്നതാ നല്ലത്. അവൻ വല്ലാത്തൊരു അവസ്ഥയിലാ. നിങ്ങളോട് അവനൊരു ഫ്രണ്ട്ഷിപ്പ് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ വേറെ ആരുമില്ലേ? നീങ്ക മാത്രമുള്ളോ? ആ, ഏയ് ഏതാവത് சொல்லுங்கோ ചേട്ടാ. എങ്കേ നീ എങ്കേ കണ്ണീർ കനവുകളിൽ നീയാ കണ്ണുക്കുൾ നീയാ இந்த வேலை கால ஆവശ്யம் இருக்கா? இருக்கு. ஆனா உனக்கு எப்படி தெரியும்? மலையாளத்தில் சொன்னா போதும், மலையாளம் எனக்கு தெரியும். நானும் தமிழ் பையன்தான். என் ஊரு தமிழ்நாடு திருச்சிதா. எனக்கு எந்த வேலை வேணும்? ஆமா, உனக்கு சைக்கிள் இருக்கா? இல்லை. ഓക്കെ പരവായില്ലേ, സൈക്കിൾ ഞാൻ തരേ. നാളെ കാലം ജോലിക്ക് ശരി. സുധീഷിന്റെ ജീവിതത്തിലേക്ക് മാറ്റത്തിന്റെ പൊൻവെളിച്ചവുമായി പുതിയൊരു സൗഹൃദം കൂടി കടന്നുവരുന്നു.
സുധീഷ്, കഴിഞ്ഞെല്ലാം മറന്ന് പോയി വിളയാടി വാ മച്ചാ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ISU സിന്ദാബാദ്, ISU സിന്ദാബാദ്. പ്രതിഷേധം ഇത് പ്രതിഷേധം, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. İnkılap zindabad! İnkılap zindabad! İnkılap zindabad! ISU zindabad! ISU zindabad! ISU zindabad! ISU zindabad! İnkılap zindabad! പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും ക്യാമ്പസുകളിൽ ധാരാളം കൊച്ചു സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്റെ കോളേജിന്റെ പേരിലും ഒരു ക്യാമ്പസ് ഫിലിം ഉണ്ടാവണമെന്ന അടക്കാനാവാത്ത ആഗ്രഹമാണ് നിങ്ങളിവിടെ ഈ സ്ക്രീനിൽ കണ്ടത്. ക്യാമ്പസ് രാഷ്ട്രീയത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നിർമ്മിച്ച ഒരു ചിത്രമല്ല ഇത്. വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസിൽ നടന്ന ഒരു ചെറിയ സംഭവം, അതിനെ ചിത്രീകരിച്ചു എന്ന് മാത്രം. ഈ ചിത്രീകരണത്തിലൂടെ ഈ ക്യാമ്പസിലെ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം എന്ന ചരിത്രത്തിന്റെ ഭാഗമായി തീരുക, അത്രയേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളെ സഹായിച്ച ഈ കോളേജിലെ എല്ലാ സ്റ്റാഫിനോടും, ടീച്ചേഴ്സ്, PTA, മാനേജ്മെന്റ് ആൻഡ് പ്രിൻസിപ്പാൾ എല്ലാവരോടും ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിർലോഭമായ പിന്തുണ നൽകിയ എല്ലാ കൂട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്ത അധ്യയന വർഷം മറ്റൊരു പ്രമേയവുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരെ ടിൽ ദാൻ ഗുഡ് ബൈ. Running! Action! ഈ പൊട്ടനൊക്കെ ജയിക്കാൻ ഞാൻ ജയിച്ചാണിക്കും. മാറി അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും പോകരുത്, ഇതിനൊക്കെ പോയാൽ തല്ലുകൊള്ളും. അത് പോലീസ് പിടിക്കുന്നുണ്ട്. അത് പറഞ്ഞില്ല സാർ ചീത്ത പറയും. അമ്മ ചീത്ത പറയും. ഇന്നലെ ഈ ക്യാമ്പസിൽ നടന്ന സംഭവം സുധീഷ് എന്ന പാവം ചെറുപ്പക്കാരന്റെ ജീവിതകഥ മാറ്റിമറിച്ചതാണ്. നമുക്കൊരു ക്യാമ്പസ്